നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാബി അലോൺസോക്കും കൂട്ടർക്കും ഇന്നൊരു അഗ്നി പരീക്ഷയാണ്. എവേ മത്സരത്തിൽ മുട്ടിടിക്കുന്ന റയൽ മാഡ്രിഡിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാലിഗയിൽ തുടർച്ചയായ 3 കളികൾ വിജയിക്കാൻ പറ്റാതെ നിൽക്കുന്നു. ഇന്നത്തെ കളി അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയാണ്. പരാജയപ്പെട്ടാൽ മുട്ടം പണി കിട്ടും. ഒരു പക്ഷേ സാബിയുടെ സ്ഥാനം പോലും തെറിച്ചേക്കുമെന്നുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് എവേ മത്സരമാണ്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ മൈതാനത്ത് രാത്രി ഇന്ത്യൻ സമയം 11:30 കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചു, സാബി അലോൺസോയോട് പുറത്തു പോകും എന്ന ഭയമുണ്ടോ, നിങ്ങൾ പുറത്താക്കപ്പെടുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ഇപ്പോൾ നാളത്തെ കളിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അദ്ദേഹം ഇന്നലെ പറയുകയാണ്, ആ കളിക്ക് എങ്ങനെ ടീമിനെ പ്രിപ്പയർ ചെയ്യാം, ഇതൊക്കെ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. സീസണിൻ്റെ 1/3 ഇനിയും കഴിയാനുണ്ട്. സോ കാര്യങ്ങളൊക്കെ വളരെ ടൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് കളികൾ ഇനിയും കളിക്കാനുണ്ട്. ഇപ്പോൾ ഉള്ള ഈ സംഗതികളൊക്കെ മാറി മറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ എവേ മത്സരങ്ങളിൽ വിജയിക്കാനുള്ള വഴികൾ വളരെ ഹാർഡായിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ നാളെ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് വേണം ചോദിച്ചാൽ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കണം, യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കണം, അതുപോലെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, കൺസിസ്റ്റൻസി വരുത്തണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, അത് താരങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് എൻ്റെ കൺസേൺ. അല്ലാതെ എൻ്റെ സ്ഥാനം തെറിക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. ഏതായാലും ഞങ്ങളുടെ എവേ ഗെയിമിലെ ലൂസിങ് സ്ട്രീക്ക് ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. നാളത്തെ മത്സരം അതിനൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് എന്നാണ് ഇന്നലെ സാബി അലോൺസോ പറഞ്ഞത്. അദ്ദേഹം ലൂസിങ് സ്ട്രീക്ക് എന്ന വാക്കാണ് ഉപയോഗിച്ചെങ്കിലും ലൂസിങ് സ്ട്രീക്കല്ല, സമനില സ്ട്രീക്കാണ്. അതാണ് വില്ലസ് സ്ട്രീക്കാണ്, അതാണ് സംഭവിക്കുന്നത്. സോ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഇന്ന് തിരികെ വരാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.